ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദൻ നന്ദുവിനോട് പറയുകയാണ്, അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധം നയനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്നും നയനെ അറിഞ്ഞാൽ ഇതിനൊന്നും കൂട്ടു നിൽക്കില്ലെന്നും അങ്ങനെ കഴിവതും അനിയുമായുള്ള ബന്ധം കുറയ്ക്കാൻ വേണ്ടി ഗോവിന്ദൻ നന്ദുവിനെ ഉപദേശിക്കുകയാണ്. അനിയുടെയും നന്ദുവിൻ്റെയും ബന്ധത്തിൽ എല്ലാവരെക്കാളും എതിർപ്പ് നയനയ്ക്കായിരിക്കുമെന്ന് പറഞ്ഞ് നന്ദുവിനെ കൂടുതൽ പിന്തിരിപ്പിക്കുകയാണ് ഗോവിന്ദൻ. ഈ സമയം അനന്തപുരിയിൽ നിന്നും അനി നന്ദുവിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. എന്നാൽ നന്ദു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പിന്നീട് കനക നവ്യയ്ക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയും അപ്പോൾ നയന അവിടേക്ക് വരികയും കനകയോട് പരാതി പറയുകയും ചെയ്യുകയാണ്. എനിക്ക് മാത്രം ഇട്ട് തരാതെ ചേച്ചിക്ക് മാത്രം ഇട്ട് കൊടുക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് പിണങ്ങുകയാണ്. അതിനിടയിൽ നന്ദുവിൻ്റെ നിരാശയുടെ കാരണം നയന കനകയോട് അന്വേഷിക്കുകയാണ്. അപ്പോൾ കനക ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. പിന്നീട് നവ്യയെ വീട്ടിലേക്ക് ഒരിക്കലെങ്കിലും വരാൻ കനക ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നവ്യ മുത്തച്ഛൻ പറഞ്ഞതുപോലെ അബിക്കും ജലജയ്ക്കുമൊക്കെ വേണ്ടുവോളം പണി കൊടുക്കുന്നുമുണ്ട്. പിന്നീട് മൈലാഞ്ചിട്ട കൈയുമായി നയന ആദർശിനരികിലേക്ക് ചെല്ലുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം തനിക്കെടുത്ത് തരാൻ പറയുകയാണ്. ആദർശ് വെള്ളം എടുത്ത് നയനയ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് കനക ദേവയാനിക്ക് അരികിലേക്ക് പോകുകയാണ്. എന്നിട്ട് കനക അറിഞ്ഞ ആ രഹസ്യം ദേവയാനിയെ അറിയിക്കാൻ ശ്രമിക്കുകയാണ്. അവരിപ്പോഴും രണ്ടിടത്താണ് കിടക്കുന്നതെന്നും മറ്റും തീർത്ത് പറയുന്നുമില്ലെങ്കിലും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അനുവാദം വാങ്ങി തന്നാൽ നയനയെയും നവ്യയെയും ഇവിടെ നിന്നും കൊണ്ടുപോയിക്കളാമെന്ന് ദേവയാനിയോട് പറയുകയാണ്. അവർക്ക് നവ്യയ്ക്കും അബിക്കും ഒരു കുഞ്ഞുണ്ടായതുപോലെ ഉണ്ടാകില്ലെന്നും എന്നാൽ കനകയുടെ ഈ കൂർമ്മബുദ്ധി ദേവയാനിക്ക് മനസ്സിലാകുന്നുമില്ല. നയനയെയും ആദർശിനെയും എങ്ങനെയും ഒന്നിപ്പിച്ച് അവർക്കൊരു കുഞ്ഞുണ്ടാകാനും ഇടയിൽ നിൽക്കുന്ന തടസ്സം ദേവയാനിയാണെന്ന സത്യം കനകയ്ക്ക് അറിയാവുന്നതുകൊണ്ട് കനക ഒരു കളിയൊരുങ്ങുകയാണ്. അങ്ങനെ ദേവയാനിയെ കൊണ്ട് നയനയ്ക്ക് കുഞ്ഞുണ്ടാകില്ലെന്ന വിവരം മൂർത്തി സാറിനെ അറിയിപ്പിച്ചിട്ട് ആദർശിനെയും നയനയെയും പറഞ്ഞ് നല്ലൊരു ഗൈനക്കോളജിയെ കാണാൻ വിടാനാണ് കനകയുടെ പ്ലാൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.